ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡയറി വെസൽ മൂസ്. ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി എഗ് ചട്നി ബജിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് കടലമാവ്, 1 സ്പൂൺ ഉപ്പ്, മുളക് പൊടി, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരളവിലാണ് നമുക്ക് നമ്മുടെ മാവിൻ്റെ തിക്നെസ് വേണ്ടത്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/2 തേങ്ങ ചിരവിയത്, 5 to 6 ചെറുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന, 1/2 നാരങ്ങ. ഇതെല്ലാം നമുക്ക് മിക്സി ജാറിലിട്ട് ഒരൽപ്പം ഉപ്പും ചേർത്ത് നാരങ്ങ കുരുവില്ലാതെ പിഴിഞ്ഞെടുത്ത് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി പുഴുങ്ങി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ മുട്ടയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഈ വൈറ്റ് പോർഷൻ പൊട്ടാതെ വേണം നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ. അതിനുശേഷം മുട്ടൻ്റെ മഞ്ഞയും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതിനെ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് മുട്ടൻ്റെ വെള്ളൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ മുട്ടയിലേക്ക് നമുക്ക് ഇതുപോലെ മസാല ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയും ഇതുപോലെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് ഒരു കടായി എടുക്കുക. ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മുട്ട മാവിൽ മുക്കി ഇതുപോലെ വറുത്തെടുക്കാം. ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട ചമ്മന്തി ബജി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.